നമസ്കാരം. KSEB സെക്ഷൻ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന സിംഗിൾ ലൈൻ ഡയഗ്രാം അതൊന്ന് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവരാനാണ് ഇങ്ങനൊരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊരു ഇതായിട്ട് ചെയ്തത്. ഇത് ഒരു സബ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ വളരെ ഒരു സ്വപ്നം തന്നെയായിരുന്നു, ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഇതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ. ഇതിനുവേണ്ടി ഞാൻ LED ഉപയോഗിച്ച് ഇതാദ്യം ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു. ഇത് LED ഉപയോഗിച്ച് മാപ്പ് വരച്ച് വയ്ക്കുകയും അതിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫീഡർ ഓപ്പറേഷനും AB ഓപ്പറേഷനും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു ഇതാണ് LED ഉപയോഗിച്ച് ചെയ്തത്. അത് അങ്കമാലി ഡിവിഷനിലെ മൂക്കന്നൂർ സെക്ഷനിലും തുറവൂർ സെക്ഷനിലും ഞാൻ ചെയ്തിരുന്നു. തുറവൂർ സെക്ഷനിൽ ഇപ്പോൾ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മൂക്കന്നൂർ സെക്ഷനിൽ ലൈനിന്റെ അപ്ഡേഷൻ വന്ന കാരണം ചെറിയ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. അതൊക്കെയാണ് ആ പോരായികളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ ഇത് ചെയ്യുന്ന ഇത് തന്നെ ഗൂഗിൾ മാപ്പിലാണെങ്കിൽ LED സ്ക്രീനിന് പകരം ഗൂഗിൾ മാപ്പിലാണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പിൽ വരച്ചിരിക്കുന്ന സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ അപ്ഡേഷൻസ് വരുത്തുക, അതാണ് ലക്ഷ്യം. അത് ഇങ്ങനൊരു ഐഡിയ, ഇങ്ങനൊരു ആശയം കിട്ടിയതുകൊണ്ട് ആ ആശയം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇറക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിന്റെ വിശദീകരണം കൃത്യമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാണുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് വാട്സപ്പിൽ അറിയിക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ ഇതിന് ഒരുപാട് പോരായികളുണ്ട്, ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇനി തിരുത്താനുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ അപ്ഡേഷൻസ് വരുത്താനുണ്ട്. അതിന്റെ പടിപടിയായിട്ട് അതിന്റെ ഇത് മനസ്സിലുണ്ട് കുറെ കാര്യങ്ങൾ. അത് കൂടാതെ എന്തെങ്കിലും നല്ല നല്ല സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അത് നമുക്ക് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. വാട്സപ്പിൽ അറിയിച്ചാൽ മതി. ഇത് ചെയ്യുന്ന സമയത്ത്, ഇത് സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ ഇട്ടിരുന്നാൽ മതി, ഞാനത് നോക്കി നോട്ട് ചെയ്ത് വെച്ചോളാം. പിന്നെ ഇത് വളരെ വളരെ ഉപകാരപ്രദമാണ്. സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു ഇതിനിറങ്ങി പുറപ്പെട്ടത്. ഇത് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇത് ചെയ്തേക്കുന്നത് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം ഗൂഗിൾ മാപ്പിൽ വരച്ചേക്കണം. ഈ മാപ്പിൽ അത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് AB ഓപ്പറേഷനും ഫീഡർ ഓപ്പറേഷനും ചെയ്ത് കഴിയുമ്പോൾ ആ മാപ്പിൽ അത് റിഫ്ലക്ട് ചെയ്ത് എന്താണ് ചേഞ്ച് വന്നേക്കണേ എന്നുള്ളത് കാണുകയാണ്. അപ്പൊ ഇതൊരു വെബ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് വേണ്ടത്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ആപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ലിങ്ക് ആയിട്ടാണ് കിട്ടുന്നത്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊബൈൽ ആപ്പിൽ തന്നെയോ അല്ലെങ്കിൽ TV-യിലോ കമ്പ്യൂട്ടറിലോ ഏതിൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മളുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം. ഇതിൽ പൂതൻകുറ്റി ഫീഡർ AB6 വഴി AB5 വഴി AB4 വന്ന് നിൽക്കണം. ചുള്ളി ഫീഡർ AB1 വന്ന് നിൽക്കണം. അതുപോലെ അയ്യമ്പുഴ ഫീഡർ വന്നിട്ട് AB3 വഴി കയറി AB1 കൂടി കയറി AB2 കൂടി കയറി AB1 വന്ന് നിൽക്കണം. അപ്പോൾ ഫീഡർമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫീഡറാണെന്നുള്ളത് എഴുതി കാണിക്കും. ഞാനിപ്പോൾ ഈ AB2 ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. AB2 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും നോക്കാം. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്താൽ 2 ഓപ്പറേഷൻസാണ്, AB ഓപ്പറേഷനും ഫീഡർ ഓപ്പറേഷനുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഫീഡർ ഇപ്പോൾ തൽക്കാലം ഇത് വെച്ചേക്കാണ്, ഡെമോ ആയതുകൊണ്ട് 3 ഡിഫോൾട്ട് ഫീഡർ വെച്ചേക്കാണ്. അപ്പോൾ ഇതിലിപ്പോൾ സെലക്ട് AB എന്നുള്ളെടുത്ത് AB2 സെലക്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നൗ ക്ലോസ് എന്നുള്ള സ്റ്റാറ്റസിലാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം മാപ്പ് റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ AB2-നും AB1-നും ഇടയ്ക്കുള്ള ഭാഗം ഓഫായി. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൽ വൈറ്റ് ലൈനാണ് കൊടുത്തേക്കുന്നത്. ഒരു വൈറ്റ് കളറാണ് അവിടെ കൊടുത്തേക്കുന്നത്. കളർ മാറ്റാവുന്നുള്ളൂ. അവിടെ ക്ലിക്ക് ചെയ്താൽ ഫീഡർ സ്വിച്ച് ഓഫ് എന്നുള്ളത് കാണിക്കും. ഇനിയിപ്പോൾ AB2 ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ അത് ക്ലോസ് ചെയ്തു. മാപ്പ് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ AB3 വഴി അയ്യമ്പുഴ ഫീഡർ, AB2 വഴി അയ്യമ്പുഴ ഫീഡർ AB1 വരെ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അയ്യമ്പുഴ ഫീഡറിൻ്റെ ഇൻകമ്മിങ് ആയിട്ടുള്ള AB3 ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നൗ ക്ലോസ് ആണ് AB3. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ കൊടുത്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫീഡർ ഇവിടെ ഓഫായി കഴിയുമ്പോൾ ഫീഡർ ആ ലൈനിൽ ഓഫായി. ആ ലൈറ്റിനൊരു വൈറ്റ് കളർ കൊടുത്തേക്കണേ. അതിൽ ഇപ്പോൾ ഫീഡർ ഇവിടെ സ്വിച്ച് ഓഫ് എന്ന് കാണിച്ചു. പിന്നെ ഞാൻ AB4 ഒന്ന് ക്ലോസ് ചെയ്യാണ്. AB4 ക്ലോസ് ചെയ്ത് ഉദംകുറ്റി ഫീഡർ കയറ്റിയെടുക്കാനാണ്. AB4 ക്ലോസ് ചെയ്തു. പിന്നെ ഓപ്പൺ എന്നുള്ളതിൽ കാണിച്ചിട്ടുണ്ട്, മൊബൈലിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്തു. മാപ്പ് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ പുതുക്കുറ്റി ഫീഡർ കറങ്ങി AB1 വരെ ചെന്ന് നിൽക്കും. പുതുക്കുറ്റി ഫീഡർ കറങ്ങി AB1 വരെ ചെന്നു. അപ്പോൾ ഇതിൽ ആ ഫീഡറിൻ്റെ അവിടെ കൊണ്ട് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫീഡറാണെന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. പിന്നെ ഫീഡർ തന്നെ സ്വിച്ച് ഓഫ് എടുക്കാനായിട്ട്, ഫീഡർ തന്നെ ഓഫ് ചെയ്യാനായിട്ട് മൊബൈൽ ആപ്പിൽ ഫീഡർ ഓപ്പറേഷൻ ഉണ്ട്. അതിൽ പുതുക്കുറ്റി ഫീഡറിൻ്റെ അവിടെ ഓൺ ഓഫ് ഉണ്ട്, ഓഫ് ചാർജ് ഉണ്ട്. ഇപ്പോൾ ഞാനവിടെ ഓഫ് ചെയ്യാണ്. മാപ്പിൽ നോക്കിയാൽ പുതുക്കുറ്റി ഫീഡർ തന്നെ ഓഫായി. ഇപ്പോൾ സബ്സ്റ്റേഷൻ എന്നുള്ള ഫീഡർ തന്നെ ഓഫായി. എന്നെ ക്ലിക്ക് ചെയ്താൽ സ്വിച്ച് ഓഫ് എന്നുള്ളത് എഴുതി കാണിക്കും. ഇനിയിപ്പോൾ ഫീഡർ ചാർജ് ചെയ്യാനായിട്ട് എന്നിട്ട് പറഞ്ഞാൽ മൊബൈൽ ആപ്പിൽ ഫീഡറിൻ്റെ പുതുക്കുറ്റി ഫീഡർ ഓഫ് എന്നുള്ളതിൻ്റെ അവിടെ ചാർജ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫീഡർ തന്നെ ചാർജായി. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി പല ഇതിലും കോമ്പിനേഷൻസും ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഈ മൊബൈൽ ആപ്പിൽ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വ്യൂ മാപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പിലും ഇത് വ്യൂ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതായിരിക്കും കിട്ടുന്നത്. ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു ലിങ്കായിട്ടാണ്. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ആപ്ലിക്കേഷനാണ് തുറന്നു വരുന്നത്. അതിനെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം.